രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ട് എന്ത് കാര്യം? കേരളത്തിന് ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. കിട്ടിയിരുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് 2 വന്ദേ ഭാരതുകൾ. തെരഞ്ഞെടുപ്പിന് ശേഷം പൊട്ടിപ്പാളീസായതുകൊണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് BJP തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. 24,657 കോടിയുടെ പുതിയ പദ്ധതികൾക്കാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഈ കോടികളിൽ ഒരു രൂപ പോലും കേരളത്തിനില്ല. രാജ്യത്ത് 8 പുതിയ റെയിൽവേ ലൈൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയിരിക്കുന്നു. 7 സംസ്ഥാനങ്ങളിലെ 8 പാതകൾ ഉൾപ്പെടുന്ന 900 കിലോമീറ്റർ പുതിയ റെയിൽപാതയ്ക്കാണ് അനുമതി കിട്ടിയിരിക്കുന്നത്. കേരളത്തിലൂടെയുള്ള പാതകൾ പട്ടികയിൽ ഇല്ല എന്നതാണ് വിഷയം. അതിവേഗം ബഹുദൂരം ഓടാൻ കഴിയുന്ന വന്ദേ ഭാരത് കിട്ടി, എന്നാൽ ഓടാൻ പാകത്തിനുള്ള റെയിൽ പാളമില്ല. പുതിയ റെയിൽവേ പദ്ധതിക്ക് ചില്ലറ മുടക്കുമ്പോൾ ആന്ധ്രയെയും ബീഹാറിനെയും തൊട്ടുതലോടാൻ മോദി മറന്നില്ല. അല്ലെങ്കിൽ ഭരണം കയ്യിന്ന് പോകുമെന്നുറപ്പല്ലേ? ആന്ധ്രാപ്രദേശ്, ബീഹാർ കൂടാതെ ഒഡീഷ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, തെലങ്കാന, പശ്ചിമ ബംഗാൾ എന്നീ 7 സംസ്ഥാനങ്ങളിലെ 14 ജില്ലകളിലൂടെയാണ് പാത കടന്നു പോവുക. മഹാരാഷ്ട്രയെ ഒന്ന് സുഖിപ്പിച്ചാലേ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ മാനക്കേടിൽ നിന്നും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടാനാകൂ എന്ന് BJPക്ക് അറിയാം. ഓഫറുകൾ നിരത്തി കയ്യിന്ന് പോയവയൊക്കെ തിരിച്ചു പിടിക്കാനാണ് കേന്ദ്ര നീക്കം. അപ്പോഴും കേരളത്തിൽ ഇനിയൊരു പച്ചപിടിക്കൽ ഉണ്ടാകില്ല എന്ന് BJP ഉറപ്പിച്ചു കഴിഞ്ഞു. അരിയും തന്നു, ബസ്സും തന്നു, ട്രെയിനും തന്നു. ഇപ്പോൾ അരിയുമില്ല, മണ്ണെണ്ണയുമില്ല. പദ്ധതികൾക്കൊപ്പം 64 പുതിയ സ്റ്റേഷനുകൾ നിർമ്മിക്കും. ഇതിലൂടെ കിഴക്കൻ സിംഗ്ബന്ധം, ഭദ്രാദി, കോതഗുണ്ടം, മലൻഗരി, കലഹണ്ടി, നബരംഗപൂർ, റായഗഡ തുടങ്ങിയ ജില്ലകളിലെ 510 ഗ്രാമങ്ങളിലെ 40 ലക്ഷത്തോളം ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ 8 റെയിൽവേ ലൈനുകളിൽ കൂടുതലും ഒഡീഷയിലാണ്. ഗുണപൂർ, തെരുബാലി, ജുനഗർ, നബ്രംഗ്പൂർ, ബദാം പഹാർ, കതു, ജാർഖണ്ഡ്, ബംഗ്രിപോസി, ഗോരു മൊഹിസാനി എന്നിവ ഒഡീഷയിലാണ്. മക്കൽക്കൻഗരി, പാണ്ഡരംഗപുരം പാത ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ബുരാമുറയ്ക്കും ചകുലിക്കും ഇടയിലുള്ള റെയിൽവേ ലൈൻ ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ജൽന ജൽഗാവ് പാത മഹാരാഷ്ട്രയിലും വിക്രംശില കതോരെ റെയിൽപാത ബീഹാറിലുമാണ്. കാർഷികോൽപ്പന്നങ്ങൾ, വളം, കൽക്കരി, ഇരുമ്പയിര്, സ്റ്റീൽ, സിമന്റ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, അലൂമിനിയം പൗഡർ തുടങ്ങിയ ചരക്കു നീക്കത്തിന് ആവശ്യമായ പാതകളാണ് ഇവയെന്ന് സർക്കാർ അറിയിച്ചു. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന പോലെ സുരേഷ് ഗോപിയെ എടുത്തപ്പോൾ ജോർജ് കുര്യനെയും കൂടി കേന്ദ്രമന്ത്രിയെ കിട്ടി. എന്നിട്ടും നോ റിസൾട്ട്. എയിംസുമില്ല, പദ്ധതികളുമില്ല. അങ്ങനെ വീണ്ടും സുരേഷ് ഗോപിയുടെ കാര്യം ഗോവിന്ദ.